ഇസ്രായേലിലേക്ക് ഹൂതി ഭീകരർ നടത്തിയ ഇറാന്റെ പിന്തുണയോടെ ഹൂതി ഭീകരർ നടത്തിയ ആക്രമണത്തിന് മറുപടിയുമായി യമനിൽ തീയിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി കഴിഞ്ഞു. വീണ്ടും ഒരു യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണോ മധ്യ പൂർവേഷ്യ? ഇസ്രായേൽ യമനിലെ ഹൂതികൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൻ്റെ ഒരു പരിണിതഫലം എന്തൊക്കെയാണ്? മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന ഇറാൻ്റെ പങ്ക് എത്രത്തോളമുണ്ട്? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോയ്സ് റോബിൻ. വീണ്ടും മിഡിൽ ഈസ്റ്റ് സംഘർഷഭരിതമാവുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണം, യമനിലേക്ക് നടത്തിയ ആ ഒരു ആക്രമണം ശക്തമായിട്ടുള്ളൊരു തിരിച്ചടി തന്നെയാണ് ഇസ്രായേൽ ഹൂതികൾക്ക് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു, അവരുടെ പവർ പ്ലാന്റിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു, ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്ന ഡിപ്പോയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ശക്തമായിട്ടുള്ളൊരു ആക്രമണം, തിരിച്ചടി ഇസ്രായേൽ ഹൂതികൾക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ആരാണ് അവർ. ഒരു ഭീകര സംഘടനയാണ്, ഷിയ എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ്. അപ്പോൾ എന്തുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഇസ്രായേൽ ഹൂതികൾക്ക് കൊടുത്തു എന്നൊരു കാര്യം തുടക്കത്തിൽ പരാമർശിച്ചിട്ട് അതിൻ്റെ പിന്നാലെ പല വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ഹൂതികൾ ഇസ്രായേലിന്, നമുക്കറിയാം ഈ യമനിൽ നിന്നാണ് ഹൂതികൾ ഇസ്രായേലിലേക്ക് അറ്റാക്ക് നടത്തുന്നത്. ഏകദേശം 2800 കിലോമീറ്ററുകൾ അപ്പുറം നിന്നാണ് ഈ ഹൂതികൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഹൂതികൾ ഏറ്റവും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു ആക്രമണം ഹൂതികൾ ഇസ്രായേലിന് നേർക്ക് നടത്തുന്നത്. അതായത് ഒരു ബലസ്റ്റിക് മിസൈലിൽ ഈ ക്ലസ്റ്റർ വാർഹെഡ് ഉപയോഗിച്ച് മധ്യ ഇസ്രായേലിലേക്ക് ഇവർ നടത്തിയ ആക്രമണം ആദ്യമായിട്ടാണ്. അങ്ങനെ ഒരു ആക്രമണം ഹൂതികൾ പോലുള്ള ഒരു ഭീകര സംഘടന ഇസ്രായേലിന് നേർക്ക്, അതും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറം നിന്ന് നടത്തുന്നത്. അത് എത്രത്തോളം ഇസ്രായേലിന് ഭീഷണിയാണ്? അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും അത് കാര്യമായിട്ട് അത് ചർച്ച ചെയ്തില്ല. നമുക്ക് എന്താണ് ഈ ക്ലസ്റ്റർ വാർഹെഡ് എന്ന് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇസ്രായേലിൻ്റെ കൺവെൻഷനലായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ നമുക്കറിയാം. പ്രൊജക്ടൈൽസ്, ഒരു സിംഗിൾ പ്രൊജക്ടൈൽ അതിനെ തകർക്കാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇസ്രായേലിൻ്റെ കൺവെൻഷനലായിട്ടുള്ള പ്രതിരോധ സംവിധാനം. പക്ഷേ ഈ ക്ലസ്റ്റർ മിസൈലുകളുടെ ഒരു അപകടം എന്ന് പറയുന്നത്, ഒരു സിമ്പിളായിട്ടുള്ളൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ, ബലസ്റ്റിക് മിസൈൽ ഇസ്രായേലിൻ്റെ ആകാശത്തേക്ക് തൊടുത്തുവിടുന്നു. അവിടെ നിന്നൊരു കണ്ടെയ്നർ, ഒരു സിമ്പിൾ ഭാഷയിലാണ് ഞാൻ പറയുന്നത്, അതിൻ്റെ ഒരു ടെക്നിക്കൽ ഇതിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു കണ്ടെയ്നർ ഓപ്പൺ ചെയ്യുന്നു. ആ കണ്ടെയ്നറിൽ നിന്ന് വീണ്ടും 1 മുതൽ 600 വരെ ബോംബുകൾ പല ഭാഗങ്ങളിലേക്കും വീണ്ടും അത് വിക്ഷേപിക്കുന്നു. അപ്പോൾ അത് സൃഷ്ടിക്കുന്ന ഒരു ഡാമേജ് എന്ന് പറയുന്നത് അതിഭീകരമാണ്. മാത്രമല്ല, ഈ പരമ്പരാഗതമായിട്ടുള്ള മിസൈൽ ഡിഫൻസ് സംവിധാനങ്ങൾക്ക് അത് പ്രതിരോധിക്കാൻ ചില പരിമിതിയുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒറ്റ മിസൈലിന് വേണമെങ്കിൽ ഈ പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തകർക്കാൻ സാധിക്കും. പക്ഷേ ഒരു ആകാശത്തിൽ നിന്നൊരു കണ്ടെയ്നറിൽ നിന്ന് പല ബോംബുകൾ പല ദിശയിലേക്ക് ഇങ്ങനെ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് നിലവിലെ സംവിധാനങ്ങൾക്ക് തകർക്കാൻ ഒരു പരിമിതിയുണ്ട്. അതുമാത്രമല്ല, അത് ഈ പറയുന്ന സിവിൽ ഏരിയകളിൽ സൃഷ്ടിക്കുന്ന ഇമ്പാക്റ്റ് വളരെയധികമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഇസ്രായേൽ ഈ ഒരു ഘട്ടത്തിൽ ഹൂതികൾക്ക് നേരെ യമനിൽ തീർത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു ഘട്ടം റോബിൻ, നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഹൂതികൾ ആണോ പ്രശ്നക്കാർ, അതോ ഹൂതികളെ മുന്നിൽ നിർത്തി കളിക്കുന്ന ഇറാനാണോ പ്രശ്നക്കാർ? നമുക്കറിയാം ഈ ഹൂതികളുടെ ഒരു ഗോഡ് ഫാദർ എന്ന് പറയുന്നത് ഇറാനാണ്. ഇറാൻ പലപ്പോഴും അവരുടെ ആയുധങ്ങളുടെ ഒരു ടെസ്റ്റ് ബെഡായിട്ട് ഈ യമനെ അല്ലെങ്കിൽ ഹൂതികളെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ഇസ്രായേലിനെ വരിഞ്ഞു മുറുക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാൻ നീങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണോ ഈ കഴിഞ്ഞ ദിവസം ഹൂതികൾ ഇസ്രായേലിന് നേർക്ക് നടത്തിയ ഈ ക്ലസ്റ്റർ മിസൈൽ ആക്രമണം? യഥാർത്ഥത്തിൽ ഹൂതികളും പ്രശ്നക്കാരാണ്, ഇറാനും പ്രശ്നക്കാരാണ് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഹിസ്ബുള്ളയെ കാണുന്ന പോലെ, അല്ലെങ്കിൽ ഗാസയിൽ ഹമാസിനെ കാണുന്ന പോലെ നമുക്ക് ഈ ഹൂത്തികളെ കാണാൻ കഴിയില്ല എന്നുള്ളത്. എന്ന് വെച്ചാൽ ഹൂത്തികൾ ബേസിക്കലി ഷിയ മിലിറ്റൻസ് ആണ്. അവർ 1990 മുതൽ യമനിൽ ആക്റ്റീവാണ്. 2000 മുതൽ വളരെ വ്യക്തമായിട്ട് ആക്റ്റീവാണ്. അവർ സയ്യിദ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഹൂതികൾ. അപ്പം ഈ ഹൂതികളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബേസിക് ഇൻട്രസ്റ്റ് അവരുടെ നാഷണൽ ഇൻട്രസ്റ്റ് തന്നെയാണ് എന്നുള്ളതാണ്. നമുക്കിപ്പം ഹിസ്ബുള്ളയെ പോലെ പാരലായിട്ട്, അതും അല്ലെങ്കിൽ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ഇറാനിലെ ഈ IRGC പോലെയുള്ള ഒരു പാരലൽ, ഹിസ്ബുള്ള പോലെയുള്ള ഒരു പാരലൽ ഈ ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള മിലീഷ്യ ഗ്രൂപ്പിനെ പോലെ അല്ല ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇവർ കൃത്യമായിട്ട് ഇവരുടെ രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റ് ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ രാജ്യത്ത് നമുക്കറിയാം ഏകദേശം യമനിലെ 2/3 പോപ്പുലേഷൻ്റെയും നിയന്ത്രണം ഇവരുടെ കൈവശമാണ്. അപ്പോൾ അവരുടെ മുകളിൽ അവർക്ക് അങ്ങനെ എന്ന് വെച്ചാൽ ഒരു രാജ്യത്തെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഒരു
അറ്റ്മോസ്ഫിയർ ഹൂതികൾക്ക് അവിടെ ഉണ്ട് എന്നുള്ളത്. അവർക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കൂടി ഉണ്ട്. അതാണ് അവരുടെ ബേസിക് ഇൻട്രസ്റ്റ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള ഇൻട്രസ്റ്റുകൾ വരുന്നുള്ളൂ എന്നുള്ളതാണ്. ഇനി ബാക്കിയുള്ള ഇൻട്രസ്റ്റുകളിലേക്ക് കടക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഹൂതികൾ നിരന്തരമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ക്ലസ്റ്റർ മിസൈലുകളുടെ ആക്രമണം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വളരെ ബെൻഗൂരിയൻ എയർപോർട്ടിലേക്ക് വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങളത് എല്ലാം തടഞ്ഞത് എന്ന് ഇസ്രായേൽ തന്നെ പറയുന്നുണ്ട്. ഈ ഹൂതികൾ എന്തുകൊണ്ട് ഇങ്ങനെ ഈ ആക്രമണം നടത്തുന്നു എന്നുള്ളത്, യഥാർത്ഥത്തിൽ ഹൂതികൾ ഇസ്രായേലിൽ ഒരു കനത്ത നാശനഷ്ടം ഉണ്ടാകാൻ വേണ്ടി അല്ല നടത്തുന്നത്. അവരുടെ പ്രധാന എയിം എന്ന് പറയുന്നത് ഞങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഒരു ഉദാഹരണം ഇതിനുള്ളുണ്ട്. എന്ന് വെച്ചാൽ ഒരിക്കൽ അമേരിക്കയുടെ ഈ ഏരിയയിലുള്ളൊരു കപ്പലിൽ, വിമാനവാഹിനി കപ്പലിൽ നിന്നും F-35 വിമാനം ഈ കടലിൽ പതിക്കുന്ന സാഹചര്യം ഉണ്ടായി. തെന്നി വീണു എന്നൊക്കെ പറയുന്ന സാധനം. പക്ഷെ തെന്നി വീണത് ഈ ഷിപ്പ് ഒരു സഡൻ മെനോവറിങ് നടത്തിയപ്പോൾ, എന്ന് വെച്ചാൽ സഡൻ എന്ന് വെച്ചാൽ ഒരു മിസൈൽ അറ്റാക്കിന് എത്തുന്നു, അത് ഹിറ്റ് ചെയ്യുമെന്ന് ഉറപ്പാകുന്ന സാഹചര്യത്തിൽ ഒരു സഡൻ മൂവ്മെന്റ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പോയത് എന്നാണ് അന്ന് പറയുന്നത്. ആ സഡൻ മൂവ്മെന്റ് നടത്താൻ അവരുടെ ഇടയായ മിസൈൽ എന്ന് പറയുന്നത് ഹൂതികൾ വിട്ട മിസൈലാണ്. എന്ന് വെച്ചാൽ ഇവരുടെ കയ്യിലുള്ള വെപ്പണറി എന്ന് പറയുന്നതിന്റെ സ്ട്രെങ്ത് അവർ കൃത്യമായിട്ട് ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സ്ട്രെങ്ത് ഉണ്ട് അവർക്ക്. കാരണം ഓർക്കുക, ബ്രിട്ടന്റെ നേതൃത്വത്തിൽ വലിയ ആക്രമണം നടത്തി, അമേരിക്കയുടെ നേതൃത്വത്തിൽ വലിയ ആക്രമണം നടത്തി, ഇസ്രായേൽ നിരന്തരമായി അവർക്ക് ആക്രമണം നടത്തി. ഇസ്രായേൽ ഈ ആക്രമണങ്ങൾ നടത്തുമ്പോൾ തന്നെ ഹൂതികൾ എന്താണെന്ന് ഇസ്രായേലിനും അമേരിക്കയ്ക്കും എല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം. ഇവർ ഈ ആക്രമണം നടത്തുന്നത് പ്രിയാംറ്റീവ് സ്ട്രൈക്ക് ആണ്. എന്ന് വെച്ചാൽ പ്രിയാംറ്റീവ് സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൗദി അറേബ്യയുമായിട്ട് ഈ യമൻ ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഈ സൗദിയുടെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ അൽ ഖ്വയ്ദ ഇവിടെ വേര് പിടിക്കുകയും അവർക്ക് ഒരുപാട് ഏകദേശം 4000-ന് മുകളിൽ വളരെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ശക്തരായ പോരാളികളുടെ അങ്ങനെ ഒരു സേന ഇവിടെ ഉണ്ടാവുകയും അവർ പ്രദേശങ്ങൾ പിടിച്ചടക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. അന്ന് ഹൂതികൾക്ക് ഇവരെ തടയാൻ കഴിയാതെ പോയത് സൗദി അറേബ്യയായിട്ടുള്ള വാർ നിലനിൽക്കുന്നത് കൊണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഇവരെ തടയാൻ അങ്ങനെ എന്ന് വെച്ചാൽ മറ്റൊരു വാറിലൂടെ വേറൊരു പ്രോക്സിയെ ഇവിടെ വളർത്തി അങ്ങനെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു അന്ന് ഫൈറ്റ് ചെയ്തത്. പക്ഷേ അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇവർക്ക് കഴിയാതെ പോവുകയും സൗദിക്ക് വളരെ വലിയ, സൗദി ആരാംകോടെ മുകളിലേക്കൊക്കെ നമുക്കറിയാം, ഓയിൽ അവിടെ ആരാംകോ ഒക്കെ കത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്കറിയാം. അവിടേക്കൊക്കെ ആക്രമണം നടക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇവരെല്ലാം സമാധാനത്തിലേക്ക് പോകാനുള്ളൊരു അവിടേക്ക് എത്തേണ്ട സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് എന്നുള്ള ഒരു വസ്തു അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രിയാംറ്റീവ് സ്ട്രൈക്കിലൂടെ ഇവർക്ക് വളർന്നു വരാതിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ സൗദി ആയിട്ട് ഈ ഒരു സമാധാന ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണ് ഇവർ കൃത്യമായിട്ട് സ്ട്രക്ചറലി ഇവർ വളരുന്ന സാഹചര്യം ഉണ്ടായി. ഒരുപാട് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള ഇപ്പം നമ്മൾ ക്ലസ്റ്റർ മിസൈലുകൾ അടക്കമുള്ള സാഹചര്യം അതെല്ലാം അക്വയർ ചെയ്യുന്ന സാഹചര്യം, അവർ വളരെ സ്ട്രോങ് ആകുന്ന സാഹചര്യം എന്ന് വെച്ചാൽ സമാധാന അന്തരീക്ഷത്തിൽ. അപ്പോൾ ഇസ്രായേൽ തിരിച്ച് ആക്രമണം നടത്തുമ്പോൾ ഒരു സമാധാന അന്തരീക്ഷത്തിലൂടെ ഇവിടെ കൊണ്ടുപോകാതിരിക്കുക, ഇവരെ പതിയെ ഇടയ്ക്കിടയ്ക്ക് ആക്രമണം നടത്തി. എനിക്ക് തോന്നുന്നത് യമനിൽ ഇസ്രായേൽ ഇനിയും വളരെ വലിയ ആക്രമണം നടത്തി, അമേരിക്ക വളരെ വലിയ ആക്രമണം നടത്തും. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ട് തകർത്ത് പോകാൻ പറ്റുന്ന ഒരു രീതിയിലേക്കുള്ള മിലിറ്ററി സ്ട്രാറ്റജി നമ്മൾ പണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നത് യമന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. കാരണം അതുപോലെയാണ് യമന്റെ സ്ട്രക്ചർ, മൊബിലൈസേഷന്. കാരണം ഇൻഡിജിനസ് ഉള്ള ആളുകൾ ഈ ഗൊറില്ല വാർഫെയറിൽ ഇവർ വളരെ ശക്തരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് മിലിറ്ററി സ്ട്രാറ്റജി തന്നെ വേണം, ഒരു മിലിറ്ററി ഇൻവാഷൻ യമനിലേക്ക് നടത്തണം. അപ്പം ഇവരുടെ തിരിച്ച് യമനിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. എന്ന് വെച്ചാൽ ഇവരെ പ്രിയാംറ്റീവ് സ്ട്രൈക്ക് നടക്കി ഒതുക്കി നിർത്തുക, എൻഗേജ് ചെയ്യിപ്പിച്ച് നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ഇതിനു മുന്നേ കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയിട്ട് അവിടുത്തെ എയർപോർട്ടിലെ 4-5 വിമാനങ്ങളടക്കം നാശനഷ്ടങ്ങളുണ്ടാകാൻ സാധ്യത. എന്ന് വെച്ചാൽ അങ്ങനെ കൃത്യമായിട്ട് തന്നെ ഇസ്രായേൽ കണക്കൂട്ടി തന്നെ ആക്രമണം നടത്തി. പക്ഷേ തിരിച്ച് യമനിലെ ഹൂതികളെ സംബന്ധിച്ച് അവൾ കൃത്യമായിട്ട് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു, ഞങ്ങൾക്ക് നിങ്ങളെല്ലാവരെയും അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് കാണിച്ചു. അപ്പോൾ ഇതിന്റെ എങ്ങനെ ഇത് വർക്കൗട്ട് ഇറാനുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ള ഒരു കാര്യം. കാരണം യൂറോപ്യൻ യൂണിയൻ അടക്കം, യൂറോപ്പിലെ പല രാജ്യങ്ങളടക്കം പറയുന്നുണ്ട്, ഈ ഹൂതികളെ നിലക്ക് നിർത്തണമെങ്കിൽ ഇറാനെയാണ് നിലക്ക് നിർത്തേണ്ടത്. ഇറാൻ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഞങ്ങൾ ഇറാനിൽ ആക്രമണം നടത്തുന്ന അവർ കൃത്യമായിട്ട് ഇറാനെതിരെ സാങ്ഷൻ ഇമ്പോസ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് യൂറോപ്പ് പറയുന്നുണ്ട്. കാരണം എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം ഇറാനാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇറാന്റെ ഈ സപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴാണ് ഇത് ഒരു വൈഡർ റേഞ്ചിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ഇറാൻ ഇവിടെ ഹിസ്ബുളുകൾ നമുക്കറിയാം, ഒരുപാട് മിസൈലുകൾ, ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ പോരാളികളെല്ലാം ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യമായിരുന്നു ഹിസ്ബുള്ള എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറാഖിലേക്ക് വരുമ്പോൾ ഇറാഖിൽ ഈ PMF പോപ്പുലർ മൊബിലൈസേഷൻ പോലെ അവരന്ന് ഐസിസിനെതിരെ പോരാടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് പിന്നീട് ഒരു പാരലൽ ആയിട്ടുള്ള ഒരു മിലിറ്ററി ഫോഴ്സ് ആയിട്ട് ഈ IRGC പോലെ, ഇറാനിലെ IRGC പോലെ പാരലൽ ആയിട്ടുള്ള ഒരു മിലിറ്ററി ഫോഴ്സ് ആയിട്ട് ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നോക്കുക, ലെബനിൽ ഹിസ്ബുള്ള പാരലൽ ആയിട്ടുള്ള ഒരു മിലിറ്ററി ഫോഴ്സ്, ഇറാഖിൽ പാരലൽ ആയിട്ടുള്ള ഒരു മിലിറ്ററി ഫോഴ്സ്. അതേ ഒരു സ്ട്രക്ചറിലേക്കാണ് ഇറാൻ
ഇറാൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഈ ഹൂതികളെ ആക്കി വെച്ചേക്കുന്നത് എന്നുള്ളൊരു വസ്തുത. അവിടെയാണ് ഇത് വലിയൊരു ഭീഷണിയായിട്ട് മാറുന്നത്. ബേസിക് ആയിട്ടുള്ള രീതിയിൽ ഈ ഹൂതികളെ സംബന്ധിച്ച് അവരുടെ രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. രാജ്യം അവരുടെ നേതൃത്വത്തിലുള്ള ആ ഗവൺമെന്റിനെ മറ്റേ ഇന്റർനാഷണൽ ആയിട്ടുള്ള എല്ലാവരും അംഗീകരിക്കണം ഒരു ആവശ്യമാണ് അവർക്കുള്ളത്. പക്ഷേ ഇറാൻ കൂടി ഇവിടെ ഇടപെടുമ്പോൾ അവിടെയാണ് ഇവർ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പം ഇറാനാണ് ഇവരുടെ മിസൈൽ, ഈ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ അടക്കം കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡ്രോണുകളുടെ ആൻറ്റി ഷിപ്പ് മിസൈലുകൾ, ഇതെല്ലാം ഇറാനിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നുണ്ട്. അവിടെ വെച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അമേരിക്കയുടെ വാർഷിപ്പിനെ അവരെ ആക്രമിക്കാൻ ശക്തരാണ് അവരുടെ മിസൈൽ സിസ്റ്റം എല്ലാം, ആൻറ്റി വാർഷിപ്പ് മിസൈലുകളൊക്കെ. അപ്പോൾ അങ്ങനെ ഇറാൻ ഈ ഒരു പ്രോക്സി ലെവൽ, അതാണ് ഈ ഖാസിം സുലൈമാനിനെ 2000 അമേരിക്ക വധിച്ചപ്പോൾ ഇറാൻ ഏറ്റവും കൂടുതൽ നൊന്തതിൻ്റെ കാരണം ഇതെല്ലാം കെട്ടിപ്പൊക്കിയതിൻ്റെ ബുദ്ധി കേന്ദ്ര മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ശരിക്കും ഖാസിം സുലൈമാനി തീവ്രവാദിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ പോലും അയാളുടെ ഒരു ബുദ്ധിയുടെ ഇതാണ് ഈ യമനിലെ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു മിലിറ്ററി സാന്നിധ്യം, അതുപോലെ തന്നെ ഇറാഖിലെ സാന്നിധ്യം, ലെബനോനിലെ സാന്നിധ്യം. നമുക്ക് വളഞ്ഞ് ഇസ്രായേലിനെ സമ്പൂർണ്ണമായിട്ട് വളഞ്ഞ് ഇട്ട് കൃത്യമായിട്ട് ആക്രമിക്കും. അത് ഇവിടെ ഏതാണെങ്കിലും ഇപ്പോൾ സൗദി അറേബ്യ ഇറാനെ അമേരിക്ക ആക്രമിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ ആക്രമിക്കുന്ന സാഹചര്യത്തിൽ, എല്ലാവരും ഇറാനെതിരെ തിരിയുന്ന സാഹചര്യത്തിൽ ഈ 3 സ്ഥലങ്ങളിലും ശക്തമായ മിലിറ്ററി സാന്നിധ്യമാണ്. ഇറാഖിലെ അമേരിക്കയുടെ ബേസുകളെല്ലാം ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സൗദി അടക്കമുള്ള രാജ്യങ്ങളെ എണ്ണ ശുദ്ധീകരണശാലകളിലേക്ക് അടക്കം, അല്ലെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന മേഖലകളിലേക്ക് അടക്കം കൃത്യമായി ആക്രമണം നടത്തി സൗദിയെ അടക്കം, എന്ന് വെച്ചാൽ അമേരിക്കയെ ഏറ്റവും കൂടുതൽ പ്രഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഈ യമനിൽ ഹൂതികളെ ഉപയോഗിക്കാൻ പറ്റും. അപ്പുറത്തുനിന്ന് ഇസ്രായേലിനെതിരെ ഡയറക്റ്റ് ആക്രമണം നടത്താൻ വേണ്ടിയായിരുന്നു ഹൂതികളെ, ഹിസ്ബുള്ളകളെ ഉപയോഗിച്ചിട്ടത്. അങ്ങനെ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു സൈനിക വിന്യാസം ഈ മേഖലയിൽ ഈ ഖാസിം സുലൈമാനിയുടെ നേതൃത്വത്തിൽ ഇറാൻ നടത്തിയെടുത്തു എന്നുള്ളതാണ്. അതിനെ ഇപ്പം പതിയെ ഈ പല രാജ്യങ്ങളും, ഇപ്പോൾ ഇറാഖ് ആണെങ്കിലും ഈ PMF പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിൻ്റെ അവിടുത്തെ ഇൻഫ്ലുവൻസ് ഇല്ലാതാകണം എന്നുള്ള അടക്കം അങ്ങനെ മുന്നേറുന്ന ഒരു സാഹചര്യം, അമേരിക്കയുടെ ഇൻഫ്ലുവൻസിൽ മുന്നേറുന്ന സാഹചര്യമുണ്ട്. എന്നാൽ പോലും ഇപ്പോഴും ഇറാൻ ശക്തമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്. അത് കറക്റ്റാണ്. കാരണം ഈ പറയുന്ന യുദ്ധം യഥാർത്ഥത്തിൽ ഇസ്രായേലും ഹൂതികളും തമ്മിലല്ല, ഇസ്രായേലും ഇറാനും തമ്മിലാണ് നടക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. ഒരു പോയിന്റ് ഞാനിപ്പോൾ റോബിൻ പറഞ്ഞപ്പോൾ മനസ്സിലേക്ക് വന്നൊരു പോയിന്റാണ്. അതായത് ഈ ഇറാൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ്. അതാണ് ഇസ്രായേലിൻ്റെ എക്കാലത്തെ ഒരു മേൽക്കൈ. അതിനെ എപ്പോൾ തകർക്കാൻ സാധിക്കുമോ അന്ന് ഇസ്രായേലിനെ ഇല്ലാതാക്കാം എന്നൊരു മിഥ്യാധാരണ ഇറാൻ്റെ മനസ്സിലുണ്ട്. അതിനാൽ തന്നെയാണ് ഈ ഇസ്രായേലിൻ്റെ മിസൈൽ ഡിഫൻസ് സിസ്റ്റം, അത് ഈ ആരോ ആയിക്കോട്ടെ, ഡേവിഡ് സ്ലിംഗ് പോലുള്ള സംവിധാനങ്ങളായിക്കോട്ടെ, അതിൻ്റെ ഒരു വീക്ക്നെസ് ഇവർക്ക് കണ്ടുപിടിക്കണം. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഹൂതികൾ ഈ ക്ലസ്റ്റർ മിസൈലുകൾ പോലുള്ള സംവിധാനങ്ങൾ ഇസ്രായേലിന് നേർക്ക് ഉയർത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ സൗദീനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത് ഇസ്രായേലിൻ്റെ മിസൈൽ ഡിഫൻസ് സംവിധാനമാണ്. ആ ടെക്നോളജിയാണ് സൗദിയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എവിടെ അവർക്കൊരു ലൂപ്പ് ഹോൾ കണ്ടെത്താൻ സാധിക്കുന്നു, അതിൻ്റെ ഫലമായിട്ട് സൗദിയിലേക്കും ഈ ഹൂതികൾ അറ്റാക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഞാൻ ജോയ്സിലേക്ക് വരികയാണ്. ജോയ്സ്, നമുക്ക് ഈ ഹൂതികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് ഇസ്രായേലാണ്, അമേരിക്കയാണ്. മാത്രമല്ല ഇസ്രായേലിലേക്ക് അവർ നടത്തുന്ന ആക്രമണത്തിന് കാരണമായിട്ട് അവർ പറയുന്നത് ഗാസയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് യമൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം, ഈ ഹൂതികളുടെ ഒരു വളർച്ച, അതിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ഹൂതികൾ എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഇസ്രായേലിനും അമേരിക്കയ്ക്കും മാത്രമാണോ ഭീഷണി, അതോ ലോകമാസകലം ആ ഒരു ഭീകര സംഘടനയെ നമ്മൾ ഭയക്കണം? ശരിക്കും ജോർജ്, ഇപ്പോൾ ഈ യമൻ അടക്കമുള്ള അറേബ്യൻ പ്രവിശ്യയുടെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും അവിടെ ഉണ്ടായിരുന്നതിൽ ഭൂരിഭാഗം എല്ലാ രാജ്യങ്ങളും തന്നെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഉള്ള രാജ്യങ്ങളായിരുന്നു. അവിടുന്ന് പിന്നെ ഈ മുസ്ലിം ഒരു അധിനിവേശം അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സ്വാധീനം ഈ രാജ്യങ്ങളിൽ വന്നതിൽ ശേഷമാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളും ഇതുപോലുള്ള ചെറിയ ചെറിയ സംഘടനകളും ആ സംഘടനകളുടെ വളർച്ചയും ഒക്കെ മറ്റു രാജ്യങ്ങൾക്കൊരു പ്രശ്നമാകുന്ന സിറ്റുവേഷനിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്നത്. അതുപോലൊരു സംഘടന തന്നെയാണ് നമ്മുടെ ഈ ഹൂതികൾ എന്ന് പറയുന്നത്. ഹമാസും എല്ലാം പോലെ ഒരു തീവ്രവാദ സംഘടന തന്നെയാണ് ശരിക്കും. ഇപ്പം യമന്റെ ഒരു ഭൂരിഭാഗം ഏരിയ അല്ലെങ്കിൽ യമന്റെ തലസ്ഥാനം തന്നെ കീഴടക്കി പിന്നെ അവിടെ ഒരു സമാന്തരമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഇവർ ഉണ്ടാക്കുകയാണ് ആദ്യമേ ചെയ്തത്. അപ്പൊ അതോടുകൂടി യമന്റെ ആ ഒരു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ആ ഒരു ഇതിനെ ശരിക്കും അവിടെ ഒരു കോട്ടം സംഭവിച്ചു. അങ്ങനെ എന്നിട്ട് പിന്നെ ഇവരുടെ ആ ഒരു ഐഡിയോളജി അനുസരിച്ച് ഈ അറേബ്യൻ പെനിസുലയിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയും അല്ലെങ്കിൽ ജൂത സമൂഹത്തെയും തുടച്ചു നീക്കുക എന്നുള്ള ആ ഒരു ഐഡിയോളജിയാണ് ശരിക്കും അവിടെ വർക്കൗട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ മുസ്ലിം സമൂഹത്തിൽ തന്നെ ഷിയ സുന്നി എന്ന് പറയുന്ന ഒരു വേർതിരിവ് തന്നെ ഉണ്ട്. അത് തന്നെയാണ് ഇറാൻ ഇപ്പം ഹൂതികളെ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ആ ഒരു ഭാഗമായതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഹൂതികളും ഇറാനും സൗദിക്കെതിരെ അല്ലെങ്കിൽ UAE-ക്കും ഒക്കെ എതിരെ യുദ്ധം ചെയ്യുന്നതിന്റെ കാരണം തന്നെ
അവര് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വിഭാഗം ആയതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ അവിടെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഒരുമ പോലും അവിടെ ശരിക്കും വരുന്നില്ല. ഇപ്പോൾ ഈ സൗദി, അമേരിക്ക, ഇസ്രായേൽ അടക്കമുള്ള ശക്തികളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാരണവശാൽ ഇൻ കേസ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത രാജ്യം ഇവർ ടാർഗറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ശരിക്കും ഇപ്പൊ പ്രത്യക്ഷത്തിൽ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ ഒരു വൻ ശക്തിയായി നിൽക്കുന്നതുകൊണ്ട് ഇറാന്റെ പിന്തുണയോടെ, ഇറാന്റെ ഒരു ശത്രു നേതൃത്വമാണല്ലോ ശരിക്കും അമേരിക്കയും ഇസ്രായേലും എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ശത്രു നേതൃത്വത്തെ ഇല്ലാതാക്കേണ്ടത് ഇറാന്റെ ആവശ്യമാണ്. അപ്പോൾ ഇറാൻ പൊക്കിക്കൊണ്ടുവരുന്ന ഒരു സംഘടന, 1, 2, 3 സംഘടനകളാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഹിസ്ബുള്ള, ഹമാസ് എന്നൊക്കെ റോൻ പറഞ്ഞ പോലെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതിനിപ്പം അവര് സമ്മതിച്ചില്ല എങ്കിൽ പോലും, അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും നമുക്കത് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു നേതൃനിര ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഒരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ രാജ്യത്തേക്കായിരിക്കും ഇവരുടെ ഒരു നോട്ടം ചെല്ലുന്നത്. ശരിക്കും ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ സിറിയ ആയാലും അല്ലെങ്കിൽ ലെബനോൻ ആയാലും, ലെബനനിലാണ് എനിക്ക് തോന്നുന്നു ഇപ്പം ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ് ഉള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ലെബനനാണെന്ന് തോന്നുന്നു. അപ്പം ഒരു കുറച്ചധികം വർഷങ്ങൾക്കുള്ളിൽ ഈ മേഖലയിൽ നിന്നും ശരിക്കും തുടച്ചു നീക്കപ്പെടാം. അതുപോലെ തന്നെ ഇത് ലോകം മുഴുവനും ഈ ഇസ്ലാമിക തീവ്രവാദവും അതുപോലെ ഈ ഹൂതികളുടെ തീവ്രവാദവും ഹൂതികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ലോകം മുഴുവൻ വ്യാപിക്കാനുള്ള ഒരു കാരണമാകാനും ചാൻസ് ഉണ്ട്. കാരണം ഇറാൻ അതുപോലെ ആയുധവും പണവും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇതുപോലെ ഒരു ചെറിയൊരു സംഘടനയ്ക്ക് ഒരു രാജ്യത്തിന്റെ തലസ്ഥാനം പിടിച്ചെടുക്കണം, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഒരു ഭൂരിഭാഗം കൈവശപ്പെടുത്തി വെച്ച് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കണം എന്നൊക്കെ പറയുന്നത് ശരിക്കും നല്ലൊരു സപ്പോർട്ട് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു പിൻബലം, ആയുധബലോ സാമ്പത്തിക ബലവും ഇല്ലാതെ നടക്കത്തില്ല. ശരിക്കും ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ കയറി ആക്രമിക്കാനോ അല്ലെങ്കിൽ ഇത്രയും കിലോമീറ്ററുകൾ ദൂരത്ത് നിന്ന് ആക്രമിക്കാനോ ഒന്നും സാധിക്കത്തില്ല. അപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് ശരിക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമായിരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവർ ഉപയോഗിക്കുന്ന ആയുധങ്ങളെല്ലാം ഇറാന്റേതാണ് എന്ന് പലവട്ടം തെളിഞ്ഞിട്ടുള്ളതാണ്. ഇസ്രായേലിൽ വന്ന് പതിക്കുന്ന ആയുധങ്ങളുടെ അവശിഷ്ടങ്ങൾ എടുത്താൽ പോലും അത് ഇറാനിൽ നിന്നും എത്തുന്നതാണ് എന്ന് ശരിക്കും വ്യക്തമായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ലോകത്തിന് ഒരു ശരിക്കും ഒരു സൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഒരു വലിയൊരു ഭീഷണി ആവുന്ന ഒരു പ്രശ്നവും കൂടിയാണ്. ഇത് വളർന്നു വരുന്ന ഒരു വലിയൊരു ഭീഷണി തന്നെയാണ്. ഒപ്പം നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെ, ഇവർ ഈ ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം, ആ കടലിടുക്കിൽ അവർ ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം, അത് ലോകത്തിന്റെ സാമ്പത്തിക ക്രമത്തെ തന്നെ ബാധിക്കാനുള്ളൊരു സാധ്യത കൂടി, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ. അതെ, ഇപ്പൊ ഇസ്രായേലിലേക്ക് എത്തുന്ന എല്ലാ ചരക്ക് കപ്പലുകളെയും ഇവർ ഉന്നം വെക്കുമെന്ന് പറഞ്ഞിരുന്നു. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിലേക്ക് എത്തുന്ന കപ്പലുകളാണ്, അത് ഇസ്രായേൽ ഉടമസ്ഥതയോ അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് കരാറുള്ള കപ്പലുകളെയാണ് ഇവർ ഉന്നം വെക്കുമെന്ന് പറയുന്നത്. പക്ഷെ ആ കപ്പലുകൾ പോകുന്ന ചരക്കുകളും കാര്യങ്ങളൊക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുമാണ്. അത് ഇസ്രായേലിനെ മാത്രമല്ല ശരിക്കും ബാധിക്കുന്നത്, ലോകം മുഴുവനും അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ലോകം മുഴുവനുള്ള ഒരു വിലക്കയറ്റവും അതുപോലെ വലിയൊരു ക്രൈസിസിലേക്ക് ലോകത്തെ കൊണ്ടെത്തിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമാണ് ശരിക്കും ഈ ഹൂതികൾ അവിടെ ഉണ്ടാക്കുന്നത്. ഇസ്രായേലിൽ നിന്നും അതുപോലെ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. എന്തിന് ഈ അറേബ്യൻ രാജ്യങ്ങളിലേക്ക് തന്നെ ഇസ്രായേലിൽ നിന്നുള്ള ഒരുപാട് ടെക്നോളജികളും ഒരുപാട് ക്വാളിറ്റി പ്രൊഡക്റ്റുകളൊക്കെ ചെല്ലുന്നുണ്ട്. അതിനെല്ലാം ഇസ്രായേലിനെ ശരിക്കും ഒരു ബുദ്ധിമുട്ടിൽ ആക്കിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് ലോകം മുഴുവനും ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറും. ഓക്കെ, രണ്ട് പോയിന്റ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. അതായത് ഈ ഹൂതികൾ പറയുന്ന അവരുടെ ഒരു അവകാശവാദം എന്ന് പറയുന്നത് ഗാസയിൽ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ, അത്തരത്തിലുള്ള ആയുധങ്ങൾ ഇസ്രായേലിലെ നേർക്ക് തൊടുത്തുവിടുന്നത് എന്നൊരു അവകാശവാദമാണ് അവർ ഉന്നയിക്കുന്നത്. നമ്മൾ ഈ കണക്കുകളൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഒരു മാനുഷിക ദുരന്തം നടക്കുന്ന മേഖലയാണ് ഈ യമൻ എന്ന് പറയുന്നത്, ഹൂതികൾ ഭരിക്കുന്ന യമൻ എന്ന് പറയുന്നത്. ഈ ഹൂതികളും സൗദി അറേബ്യയും തമ്മിലുള്ള ആ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അവിടെ പട്ടിണിയിലായത്. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് വളരെയധികം ദുരിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വീട് നഷ്ടപ്പെടുന്നു, ഉറ്റവരെ നഷ്ടപ്പെടുന്നു. അതൊന്നും ഇവർ കാണുന്നില്ല. അവർ ഭരിക്കുന്ന മേഖലയിലെ മാനുഷിക പ്രശ്നങ്ങളൊന്നും ഇവർ കാണുന്നില്ല. ഇവർ കാണുന്നത് 2000 കിലോമീറ്റർ അപ്പുറം സ്ഥിതി ചെയ്യുന്ന ഗാസയിലെ പ്രശ്നമാണ്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ പലപ്പോഴും ഈ ലോകമാസകലം ഈ പാലസ്തീനു വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് പാലസ്തീൻ ജനത ഇരകളാണ് എന്ന ഒരു അവകാശവാദം ഉയർത്തിക്കൊണ്ടാണ്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളൊരു പോയിന്റ് ഉള്ളത്, ഈ ഒരു ഘട്ടത്തിൽ ഇത്രത്തോളം പ്രതിസന്ധി അനുഭവിക്കുന്ന മറ്റൊരു രാജ്യമുണ്ടോ എന്നൊരു കാര്യം നമുക്ക് വളരെ സംശയമാണ്. 10 കിലോമീറ്റർ അല്ലെങ്കിൽ 15 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഗാസയിൽ നിന്ന് ഇസ്രായേലിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്നു, ലെബനോനിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്നു, സിറിയയിൽ നിന്ന് ഭീഷണി ഉണ്ടാകുന്നു, റോബിൻ പറഞ്ഞത് ഇറാഖിൽ നിന്നും ഭീഷണി ഉണ്ടാകുന്നു. അത് പോരാഞ്ഞിട്ട് 2000 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് മിസൈൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രത്തോളം ഒരു ഞെരുക്കപ്പെടുന്ന മറ്റൊരു രാജ്യം നിലവിൽ ലോകത്തുണ്ടോ എന്നൊരു കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് തന്നെ വരാൻ ആഗ്രഹിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ ആ ഒരു എയർ
ഡിഫൻസ് സിസ്റ്റത്തെ ഒരു സാച്ചുറേഷൻ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇറാൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അതായത് ഗാസയിൽ നിന്ന് ആക്രമണം, ലെബനോനിൽ നിന്ന് ആക്രമണം, ഇറാഖിൽ നിന്ന് ആക്രമണം, സിറിയയിൽ നിന്ന് ആക്രമണം, യമനിൽ നിന്നും ആക്രമണം, ഇനി ഇറാനിൽ നിന്നും ആക്രമണം വരികയാണെങ്കിൽ ഇതിന് എല്ലാത്തിനെയും പ്രതിരോധിക്കാൻ ഇസ്രായേലിൻ്റെ സംവിധാനങ്ങൾക്ക് സാധിക്കുമോ എന്നത് സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു ആത്മീയമായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു കരം ഇസ്രായേലിൻ്റെ മുകളിലുണ്ട് എന്നതൊരു വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് അതിഭീകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇസ്രായേൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവർ ഈ ബെൻഗുരിയൻ എയർപോർട്ടിനെ ടാർഗറ്റ് ചെയ്യുന്നതിന് പിന്നിലും ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു വാർഫെയർ ടാക്ടിക്സ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബെൻഗുരിയൻ എയർപോർട്ട് നമുക്കൊരു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അപ്പോൾ ആ ഒരു എയർപോർട്ടിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഒരു വേൾഡുമായിട്ടുള്ളൊരു കണക്ഷൻ ഇസ്രായേലിൽ നിന്നും കട്ട് ചെയ്യുക എന്നൊരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു ടാക്ടിക്സും അതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അതിനാൽ തന്നെ എനിക്ക് തോന്നുന്നു ഓപ്പറേഷൻ റൈസിംഗ് ലയണിന് ശേഷം ഇറാനും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന അതിഭീകരമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വഴിതെളിക്കുമോ എന്നത് കാത്തിരുന്ന് കാണാം. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം ഈ ഹമാസ് നടത്തുന്ന യുദ്ധമാണെങ്കിലും ശരി, ഇപ്പൊ ഈ ലെബനനിൽ നിന്ന് നടക്കുന്ന യുദ്ധമാണെങ്കിലും ശരി, ശരിക്കും ഇവർ പറയുന്നത് സഹോദരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നതാണ്. പക്ഷേ ഇസ്രായേലിലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ രാജ്യങ്ങളോ മാത്രമല്ല ഇവരുടെ സഹോദരങ്ങളുള്ള അഫ്ഗാനിസ്ഥാനിലും അതുപോലെ ചൈനയിലടക്കം മുസ്ലിം സമൂഹം ഒരുപാട് അടിച്ചമർത്തലുകൾ നേരിടുന്നുണ്ട്. അവർക്കെതിരെ ഒന്നും ഇവർക്ക് പക്ഷേ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രതികരിക്കുകയോ ഇതൊന്നും വേണ്ട. അപ്പൊ അവിടെ ഇത് ശരിക്കും ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു അജണ്ട തന്നെ അല്ല എന്ന് ശരിക്കും നമുക്ക് സംശയം തോന്നാറുണ്ടത്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ലോക രാജ്യങ്ങൾ ഇസ്രായേലിന് നിർലോഭമായിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കേണ്ട ഒരു സമയമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം ഇസ്ലാമിക ഭീകരതയുടെ ഒരു ഇരയായി തീരുകയാണ് ഇസ്രായേൽ. ഈ ഹൂതികൾ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഇറാൻ്റെ പങ്കുണ്ട് എന്നത് വ്യക്തമാണ്. ഹൂതികൾ ഇസ്രായേലിന് മാത്രമല്ല ഭീഷണി സൃഷ്ടിക്കുന്നത്, അത് ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങൾക്ക് ഹൂതി ഭീകരർ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനാൽ ഈ ഒരു ഘട്ടത്തിൽ 4 ഡയറക്ഷനിൽ 4 ദിക്കുകളിൽ നിന്നും വളരെ വലിയ രീതിയിലുള്ള ആക്രമണ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന് അതിശക്തമായിട്ടുള്ള പിന്തുണ കൊടുക്കുവാൻ ലോക രാജ്യങ്ങൾ തയ്യാറാകട്ടെ. മാത്രമല്ല ഗാസയിൽ അതിനിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് ഇസ്രായേൽ അവരുടെ സൈനിക നടപടി നീങ്ങുകയാണ്. ഹമാസിനെ എന്നേക്കുമായി ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ നീങ്ങുകയാണ്. അതിനാൽ തന്നെ നിർലോഭമായിട്ടുള്ള ശക്തമായിട്ടുള്ള പിന്തുണ ഇസ്രായേലിന് കൊടുക്കുവാൻ ലോകരാജ്യങ്ങൾക്ക് കഴിയട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.